ഗൈസ്, ഇന്ന് ഞാൻ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മംഗലാപുരത്തേക്കല്ല കേട്ടോ, കൊല്ലത്തുള്ള കായംകുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. കൊല്ലത്ത് ഓച്ചിറ അമ്പലത്തിൽ വൃശ്ചിക മഹോത്സവം കൂടാൻ വേണ്ടി പോവാണ് കേട്ടോ, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി. അവിടെ ഞങ്ങൾക്ക് വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ. മണിക്കൂറുകളോളം ട്രെയിനിലിരുന്ന് വിശപ്പിന്റെ വിളി വന്നപ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന പൊതിച്ചോറൊക്കെ കഴിച്ചു. ഒരു 7:30-8 മണിയായപ്പോൾ ഞങ്ങൾ കായംകുളത്ത് എത്തി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആള്. അങ്ങനെ ഓളും മാമനും കൂടെ ഞങ്ങളെ കൂട്ടാൻ വേണ്ടി സ്റ്റേഷനിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 1.5-2 മാസത്തിന് ശേഷമായിരിക്കും ഞാൻ ഇവളെ കാണുന്നത്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞ് സ്നാക്സ് ഒക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് റെഡിയായി ഞങ്ങൾ നേരെ പോയത് അമ്പലത്തിലേക്കാണ് കേട്ടോ. അമ്പലം എന്ന് പറയുന്നത് ആൽമരമാണ് കേട്ടോ നമ്മൾ തൊഴുന്നത്. അവിടെയാണ് മൊത്തം പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ. അങ്ങനെ അവിടെ നിന്ന് നന്നായിട്ട് തൊഴുതു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. പിന്നെ ഇവർക്ക് കൈ നോക്കണം എന്ന് പറഞ്ഞിട്ട് കൈ നോട്ടക്കാരുടെ അടുത്തൊക്കെ പോയി എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടുന്ന്. അങ്ങനെ അതൊക്കെ കേട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചന്തകളിലേക്കൊക്കെ ഇറങ്ങി. കുറേ കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ കമ്മലുകളും അങ്ങനെ ഇങ്ങനെ കുറേ അലവല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കമ്മലങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വെറുതെ ഇതിലൂടെയൊക്കെ നടന്നിട്ടോ. പിന്നെ നന്ദികേശൻ്റെ ചെവിയിൽ രഹസ്യം പറയാമെന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ചിരിച്ച് കുറേ കാലത്തെ ബെഡായി പൊട്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുടിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ഉള്ള ഒരു നേർച്ച പരിപാടിയാണിത്. കുടിലിരിക്കൽ എന്ന് പറയുന്നത്. ഈ അമ്പലത്തിൽ ഒരു 400-500ഓളം കുടിലുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് 12 ദിവസം അവിടുത്തെ ആൾക്കാർ ഇവിടെ വന്ന് ഇരിക്കും കേട്ടോ. ഇവിടെ തന്നെയാണ് താമസവും ഭക്ഷണം ഉണ്ടാക്കലും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതൊരു നേർച്ചയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുടിലേക്ക് പോയിട്ടോ. ഈ ഒരു നേർച്ചനെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇവള് പറയുന്ന സമയത്താട്ടോ. കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. 12 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കലും താമസം ഒക്കെ ഈ കുടിലാണ്. പിന്നെ കുടിലിൽ വന്ന് കയറുന്ന എല്ലാവർക്കും ഭക്ഷണവും കൊടുക്കും. അങ്ങനെ ഞങ്ങളന്ന് അവിടെ നിന്ന് കഴിച്ചത് മധുരക്കിഴങ്ങും കപ്പയും പിന്നെ കാന്താരി ചമ്മന്തിയൊക്കെയാണ്. പിന്നെ സന്ധ്യ ആയപ്പോഴേക്കും ഞങ്ങൾ പിന്നെയും പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടോ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാൻ. അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി കഴിച്ചു. പാനിപ്പൂരിയും കോളിഫ്ലവറും അങ്ങനെ കുറേ സാധനങ്ങൾ കഴിച്ചു. ഈ സാധനം കണ്ടില്ലേ, എൻ്റെ നാട്ടിൽ എവിടെയും ഞാൻ അത് കണ്ടിട്ടില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. എരിവും മധുരവും കൂടെ ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതും നല്ലൊരു അടിപൊളി വെറൈറ്റി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ കുറേ റൈഡുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിലും കയറാൻ പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ എത്തിയത് ഒരു സൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ നടന്ന് ഞങ്ങൾ പിന്നെ ഒന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കൂൾ ബാർ പോലെയുള്ള സ്ഥലത്ത് കയറി. അവിടുന്ന് ഐസ്ക്രീമും വേറെ എന്തൊക്കെയോ ഷേക്ക് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുടിച്ചു. നാളെ തന്നെ ഞങ്ങൾക്ക് തിരിച്ച് പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുവിധം സ്ഥലങ്ങളും സാധനങ്ങളൊക്കെ ഞങ്ങൾ ഓടി നടന്ന് കാണുകയും വാങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ട്രെയിൻ. ഇവള് ഞങ്ങളെ രണ്ടാളെയും കൂടെ സ്റ്റേഷനിൽ കൊണ്ടാക്കി. സ്റ്റേഷൻ എത്തുന്നവരെ കഥ പറച്ചിലും വീഡിയോ എടുക്കലൊക്കെ തന്നെയായിരുന്നു. ഇനി എന്നാ കാണുക എന്നൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു യാത്ര പറച്ചിലിന് അതിൻ്റേതായിട്ടുള്ള സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ട്രെയിനൊക്കെ വന്നു. ഞങ്ങൾ മെല്ലെ യാത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.